നമുക്ക് ആരംഭിക്കാം. സഹവീര്യകരവാവഹൈ തേജസ്വിനാവതീതം മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രാഥമികരായ പഠിതകൾ ധീരമായ നമസ്കാരം സർ. പഞ്ചമസ്കന്ധം 7 ഇനി 12 അല്ലേ? അതെ അതെ അതെ. തയേർത്ഥമവിരത പുരുഷ പരിചയ ഭഗവതി പ്രവർത്തമാനാനുരാഗഭരദ്രുതഹൃദയ സഹർഷവേഗേനാത്മന്യുദ്ഭിദ്യമാനരോഗകുലക കുലക ഔത്കണ്ഠ്യപ്രവൃത്ത പ്രണയമഅഷ്ടാവലോകനയനേ എവം നിജരമണാരുണചരണാരവിന്ദ അനുധ്യാന പരിചരിത ഭക്തിയോഗേന പരിപ്രദവർവാഹ്ലാദഗംഭീരഹൃദയ ഹൃദൗഗാഢ ക്രിയമാണാം ഭഗവത്സപര്യാം മാരം. തയാ ഇത്തം ഇപ്രകാരമുള്ള പരിചര്യ കൊണ്ട് വെള്ളത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ആ പുലഹാശ്രമത്തിൽ അവിടെയുള്ള വൈവിധ്യമാർന്ന തുളസി പുഷ്പങ്ങളാലും വെള്ളം കൊണ്ടും അതിലെ വെള്ളം കൊണ്ടും കന്ദമൂലങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ഒക്കെ ഉപജീവനം കഴിച്ച് ഭഗവനെ ആരാധിച്ചുകൊണ്ട് എല്ലാ വിഷയാഭിലാഷങ്ങളിൽ നിന്നും പരമമായ നിർവൃത്തി പ്രാപിച്ചു എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പൊ തയായുധം അവിരത പുരുഷ പരിചര്യ, അവിരതം നിരന്തരമായ പുരുഷ പരിചര്യ കൊണ്ട്, നിരന്തരമായ ഭഗവത് ആരാധന കൊണ്ട് ഭഗവാനിൽ പ്രവർത്തമാന അനുരാഗഭര ദ്രുതഹൃദയ ശൈഥില്യ, പ്രവർത്തമാനമായ വർദ്ധിച്ചു വരുന്ന അനുരാഗഭരം, അനുരാഗത്തിന്റെ ഭാരം കൊണ്ട് ദ്രുതം വളരെ വേഗം ഹൃദയ ശൈഥില്യ, ഹൃദയത്തിന് ശൈഥില്യം ഉണ്ടായി, ശീഥിലതയായി. ഹൃദയത്തിൽ നിറച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന സമസ്ത ഭാവങ്ങളും കെട്ടഴിച്ച് പുറത്തു കളഞ്ഞു. അതാണ് ശൈഥില്യം. ഹൃദയ ഗ്രന്ഥികളൊക്കെ ഭേദിച്ചു. അതിലിങ്ങനെ നിറച്ചു വെച്ചിരിക്കായിരുന്നു ഒത്തിരി വിഷയങ്ങൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, ചിന്തകൾ, വ്യാപാരങ്ങൾ. അതെല്ലാം ശൈഥില്യമായി തീർന്നു. നിരന്തരമായ ഈശ്വര പൂജ കൊണ്ട്, ഇത്തം അവിരത പുരുഷ പരിചര്യ കൊണ്ട് ഭഗവാനിൽ പ്രവർത്തമാന അനുരാഗഭരം കൊണ്ട് ദ്രുതഹൃദയ ശൈഥില്യ, അനുരാഗത്തിന്റെ ഭരം ഏറ്റവും കൂടുതലായി വന്നതുകൊണ്ട് ഹൃദയം ദ്രവീകരിച്ചു. ഹൃദയ ദ്രവീകരണം എന്ന് പറയും. ശൈഥില്യമാർന്നു, അയഞ്ഞുപോയി, കെട്ടുകളൊക്കെ വിട്ടു. അങ്ങനെ വന്നപ്പോൾ പ്രഹർഷ വേഗേന ആത്മനി ഉദ്ഭിദ്യമാന രോമ കുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ബാഷ്പ നിരുദ്ധ അവലോകനയന. പ്രഹർഷവേഗേന, സന്തോഷത്തിന്റെ വേഗം കൊണ്ട്, ആനന്ദത്തിന്റെ ആധിക്യം കൊണ്ട്, അതിവേഗം ആനന്ദം പ്രാപിച്ചു എന്നുള്ള അതിന്റെ ശക്തി കൊണ്ട്, മറ്റെല്ലാത്തിനേക്കാൾ ശക്തി ആനന്ദത്തിനുണ്ടായപ്പോൾ പ്രവർത്തമാന അനുരാഗഭര ദ്രുത ഹൃദയ ശൈഥില്യ പ്രഹർഷവേഗേന ആത്മനി, തന്റെ ഉള്ളിൽ ഉദ്ഭിദ്യമാനം, തന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് മുളച്ചു വന്ന രോമ പുളക, തന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക്
രോമാഞ്ച സമൂഹത്തോടു കൂടി ഉണ്ടായി വന്നവൻ രോമപുളകം കൊണ്ട് പുളകിതനായി, പുളകം അതോട് കൂടി ചേർന്നവനായി. എന്നിട്ട് ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ, ഉത്കണ്ഠ കൊണ്ട്, ഔത്കണ്ഠ്യം കൊണ്ട്, പ്രവൃത്ത പ്രണയ അതുകൊണ്ടുണ്ടായ സ്നേഹം കൊണ്ട്, ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ഉത്കണ്ഠ കൊണ്ട് ഉണ്ടായി വന്ന പ്രണയം കൊണ്ട്, ബാഷ്പനിരുദ്ധ അവലോകനയന കണ്ണീര് കണ്ണിൽ തടഞ്ഞവനായിട്ട്, ബാഷ്പം നിരോധിച്ചതുകൊണ്ട് അവലോകനയന അതുകൊണ്ട് നിരോധിക്കപ്പെട്ട കാഴ്ചയോട് കൂടിയവനായി. കണ്ണിൽ കണ്ണീര് വന്ന് തടഞ്ഞത് കൊണ്ട് കാഴ്ചകളൊന്നും ശരിയായിട്ട് കാണാൻ പറ്റാതെ ഉണ്ടായി. അപ്പം ഭഗവാനിലേക്ക് ഭക്തി ഉറച്ചു കഴിഞ്ഞപ്പോൾ, ബാക്കി എല്ലാ ഭാവങ്ങളെയും വിട്ടുകഴിഞ്ഞപ്പോൾ, ഹൃദയത്തിന്റെ ശൈഥില്യമുണ്ടായപ്പോൾ, ഭഗവാനുള്ള അനുരാഗം വർദ്ധിച്ചു കൂടി വന്നപ്പോൾ, ഹൃദയത്തിലെ മറ്റു ഭാവങ്ങളൊക്കെ അഴിഞ്ഞ് ഇല്ലാണ്ടായി. ആ സന്തോഷത്തിന്റെ അത്യധികമായ ശക്തി കൊണ്ട് തൻ്റെ ഉള്ളിൽ നിന്നും രോമങ്ങൾ പുറത്തേക്ക് ഇഴിച്ചു വന്നു. രോമാഞ്ചമുണ്ടായി, ഉത്കണ്ഠയുണ്ടായി. ഉത്കണ്ഠ കണ്ഠം തടഞ്ഞു വന്നു. കണ്ണീര് അകത്തേക്ക് വേണോ പുറത്തേക്ക് വേണോ ഇങ്ങനെ ആശങ്കിച്ചു നിന്നു. കണ്ണിൽ വന്ന് കണ്ണീര് നിറഞ്ഞു. അതുകൊണ്ട് കാഴ്ച കാണാൻ പറ്റാതായി. തൊണ്ടയിലെറിയപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ പറ്റാതെ ഉണ്ടായി. ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ബാഷ്പ നിരുദ്ധ അവലോകനയന ഏവം ഇങ്ങനെ നിജരമണ അരുണ ചരണാരവിന്ദ അനുധ്യാന പരിചരിത ഭക്തിയോഗേന, ഇങ്ങനെ നിജരമണൻ, തന്റെ തന്നെ രമണനായ, ധരിക്കുന്നവനായ, രക്ഷിതാവായ, ഭർത്താവായ ഭഗവാന്റെ അരുണചരണാരവിന്ദം, ചന്താമര പോലെ ചുവന്നു തുളുത്തിരിക്കുന്ന പാദങ്ങളെ അനുധ്യാനം ചെയ്തതുകൊണ്ട് പരിചിതമായ ഭക്തിയോഗേന, നിരന്തരമായ ഭഗവത് പാദ പങ്കജങ്ങൾ ധ്യാനിച്ചു കിട്ടിയ ഭക്തിയോഗം കൊണ്ട് പരിപ്ലുതമായ, മുങ്ങിപ്പോയ പരമാഹ്ലാദ ഗംഭീര ഹൃദയവും, പരമമായ ആഹ്ലാദം കൊണ്ട്, അത്യധികമായ ആനന്ദം കൊണ്ട്, ഗംഭീര ഹൃദയ ആഴമേറിയ ഹൃദയമാകുന്ന ഹൃദയത്തിൽ അവഗാഠധിഷണ ബുദ്ധി നിമഗ്നമായിപ്പോയി. പരമാഹ്ലാദ ഗംഭീര ഹൃദയ അവഗാഠ ധിഷണ, അതിൽ ബുദ്ധി മുങ്ങിപ്പോയത് കൊണ്ട്, താമപി ക്രിയമാണ് ആ ചെയ്യപ്പെടുന്നതായ ഭഗവത് സപര്യ ഭഗവത് സപര്യകളെ കുറിച്ചൊന്നും ഓർമ്മിച്ചില്ല. സസ്മാര സ്മരിച്ചു, സസ്മാര ഓർമ്മിച്ചില്ല. ഇങ്ങനെ നിരന്തരമായ ഭഗവത് ഭക്തി കൊണ്ട്, ഭഗവത് പാദങ്ങളെ ഉള്ളിൽ ധ്യാനിച്ചുറപ്പിച്ചതുകൊണ്ട്, ആ അരുണ നിറമുള്ള പാദാരവിന്ദങ്ങളിലെ നിരന്തരമായ ധ്യാനം കൊണ്ട് കിട്ടിയ ഭക്തിയോഗം കൊണ്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ പരമാനന്ദ സ്വരൂപത്തോടുകൂടി അഗാധമായ ഹൃദയമാകുന്ന കയത്തിൽ മുങ്ങിപ്പോയി. ഹൃദയത്തിൽ ഇപ്പൊ മറ്റൊന്നുമില്ല, ബാക്കിയെല്ലാം ശിഥിലമായി. അതുകൊണ്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പൂജയെ പോലും മറന്നുപോയി. പൂജയ്ക്കൊരു ക്രമമുണ്ട്. ജലം, ഗന്ധ, അവിടെ ചന്ദനം, പൂവ്, ധൂപം, ദീപം, നിവേദ്യം ഇതൊക്കെ വിട്ടുപോയി. വിട്ടുപോയ കാരണം എന്താണ്? ബുദ്ധിയുടെ വൃത്തികൾ ആനന്ദാമൃതത്തിൽ ലയിച്ചു പോയത് കൊണ്ട് സ്മരിക്കാനുള്ള കഴിവില്ലാണ്ടായി. സ്മരിക്കണമെങ്കിൽ അവിടെ കർത്താവ് വേണം. താൻ എന്ന കർത്താവ് പോലും ഈ പരമാനന്ദത്തിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആരാ ഈ പൂജ ചെയ്യുന്നത്? ഞാൻ പൂജ ചെയ്യുന്നുള്ള ഭാവം തന്നെ ഇല്ലാണ്ടായി. അതുകൊണ്ട് അടുക്കുമില്ല, ചിട്ടയില്ല, ഒന്നുമില്ല, എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊന്നും താൻ അറിഞ്ഞുകൊണ്ടേയല്ല. ഇങ്ങനെയുള്ള ഒരു ഭക്തിയുടെ ഉത്കടമായ അവസ്ഥയിലേക്ക്
ഈ ഭരതൻ തയേത്തമവിരത പുരുഷ പരിചര്യ തയാ ഇത്തം അവിരത പുരുഷ പരിചര്യ ഭഗവതി പ്രവർത്തമാന അനുരാഗഭര ദ്രുത ഹൃദയ ശൈഥില്യ പ്രഹർഷവേഗേന ആത്മനി ഉദ്ഭിദ്യമാന രോമ പുളക കുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ബാഷ്പ നിരുദ്ധ അവലോക നയന ഏവം നിജരമണ അരുണ ചരണാരവിന്ദ അനുധ്യാന പരിചരിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദ ഗംഭീര ഹൃദയ ഹൃദ അവഗാഢധിഷണ താമപി ക്രിയമാണാം ഭഗവത് ഫപര്യാം നഹസ്മാരാം തയേത്ഥമവിരത പുരുഷപരിചര്യയാ ഭഗവതി പ്രവർത്തമാനാനുരാഗഭരദൃതഹൃദയ ശൈഥില്യ പ്രഹർഷവേഗേനാപ്തന്നുദ്ഭിദ്യമാന രോമപുളക കുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയബാഷ്പ നിരുദ്ധാവലോകനയന ഏവം നിജരമണാരുണ ചരണാരവിന്ദ അനുഷ്ഠാന പരിചരിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദ ഗംഭീര ഹൃദയ ഹൃദ അവഗാഢധിഷണ താമപി പ്രിയമാണം ഭഗവത് ഫപര്യാം നഹസ്മാരാം തയേത്ഥമവിരത പുരുഷപരിചര്യയാ ഭഗവതി പ്രവർത്തമാനാനുരാഗഭര ദ്രുതഹൃദയ ശൈഥില്യ പ്രഹർഷവേഗേന ആത്മന്യുദ്വിദ്യമാന രോമപളക കുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയബാഷ്പ നിരുദ്ധാവലോകനയന ഏവം നിജരമണാരുണ ചരണാരവിന്ദ അനുധ്യാന പരിചരിത ഭക്തിയോഗേന പരിപ്രദാഹ്ലാദ ഗംഭീര ഹൃദയ ഹൃദ അവഗാഢ ഭൂഷണ താമരിക്രിയമാണ് ഭഗവത് സവിദ്യാം ഭഗവത്പ്രദ അഗ്നേയാജിനവാസ അനുഭവന അഭിഷേക ആർദ്ര കപിശ കുട്ടില ജടാകലാപേത വിരോചമാനഹം സൂര്യർച്ചാ ഭഗവന്തം ഹിരണ്മയം പുരുഷം ഉജ്ജിഹാനെ സൂര്യമണ്ഡല അഭ്യുപതിഷ്ഠന് ഏതതു ഹോവാചാം. യുദ്ധം ഇങ്ങനെ ധൃത ഭഗവദ്വ്രത ധരിക്കപ്പെട്ട സ്വീകരിക്കപ്പെട്ട ഭഗവത് ധ്യാനം എന്ന വ്രതത്തോടു കൂടിയവരായി ഭഗവദ്വ്രത ഐണേയാജിനം കൃഷ്ണമാനിന്റെ തോല്, ഏണം എന്ന് വെച്ചാൽ മാനാണ്. ഐണേയം മാനിനെ സംബന്ധിക്കുന്ന അജിനം തോല്, മാന്തോല്, വാസഫ ആകുന്ന വസ്ത്രത്താൽ കൃഷ്ണമൃഗത്തിന്റെ തോലാകുന്ന വസ്ത്രമുടുത്തുകൊണ്ട് അജിന വാസഫ അനുഭവനം നിരന്തരമായും ചെയ്യുന്ന യജ്ഞങ്ങൾ, യാഗങ്ങൾ, അനുഭവന അഭിഷേകം, ഓരോ ഭവനത്തിലും ഓരോ പൂജകളിലും അഭിഷേകം ചെയ്തുകൊണ്ട് ആർദ്രം നനവുള്ള കപിശ കുട്ടില ജഡാകലാപേന കപിശമായ മഞ്ഞവർണ്ണത്തിലുള്ള അല്ലെങ്കിൽ ഏതാണ്ട് തവിട്ടു വർണ്ണത്തോട് കൂടിച്ചേർന്ന കുട്ടിലമായ വളഞ്ഞിരിക്കുന്ന ജഡാകലാപം ജഡാസമൂഹത്തോട് കൂടിയവനായി. അപ്പൊ ഓരോ ഭവനത്തിലും കുളിക്കണം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കുളിക്കണം. അങ്ങനെ കുളിക്കുമ്പോൾ ഈ ജഡ, ചെമ്പിച്ചിരിക്കുന്ന ഈ ജഡ അത് ആർദ്രമാണ്, ഒരിക്കലും ഉണങ്ങിയിരിക്കില്ല, നനവ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അനുഭവന അഭിഷേക ആർദ്ര കപിശ കുട്ടില വളഞ്ഞിരിക്കുന്ന ജഡാകലാപേന, കലാപം കൂട്ടം, ജഡാകലാപേന ജലക്കൂട്ടത്താൽ ച വിരോചമാനഹ ശോഭിക്കുന്നവനും സൂര്യർച്ചാ ഭഗവന്തം സൂര്യമഹിമയെ പ്രതിപാദിപ്പിക്കുന്ന ഇർക്കുകൊണ്ട്, സൂര്യസംബന്ധമായ ഇർക്കുകൊണ്ട്, ഇർക്കെന്ന് വെച്ചാൽ മന്ത്രം എന്നർത്ഥം, സൂര്യർച്ച സൂര്യർക്കുകൊണ്ട്
ഭഗവന്തം ഭഗവാനെ ഹിരൺമയം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, പുരുഷം പരമപുരുഷനായ ഭഗവാനെ, ഉജ്ജിഹാനെ ഉദിച്ചുയരുന്ന, സൂര്യമണ്ഡലെ സൂര്യമണ്ഡലത്തിൽ, അഭ്യുപതിഷ്ഠൻ അതിൽ സേവിക്കുന്നവനായിട്ട്, ഏതത് ഉ ഹ ഉവാച ഇങ്ങനെ പറഞ്ഞു. ഏതദു ഹോവാച, ഏതത് ഉ എന്നൊരു അവ്യയമാണ്. ഏതത് ഉ ഹ ഉവാച, ഏതദു ഹവോച ഉവാച, ഇവകളെ പറഞ്ഞു. അപ്പം ഓരോ നേരവും കുളിച്ചതുകൊണ്ട് തവിട്ട് നിറവും വളഞ്ഞിരിക്കുന്നതുമായ ജടാകലാപങ്ങൾ ഈറനായിക്കൊണ്ട് നനഞ്ഞുകൊണ്ട് ആ ഭക്താഗ്രേസരനായ ഭരതൻ സൂര്യന്റെ മാഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്ന മന്ത്രം കൊണ്ട് സൂര്യമണ്ഡലത്തിൽ ഹിരൺമയ തേജസ്സോടെ വസിക്കുന്നു താൻ ആരാധിക്കുന്ന പുരുഷൻ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം സ്വസ്തോത്രം ചെയ്യും. അപ്പൊ ഇനി സൂര്യ കൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ആ സൂര്യന്റെ ഉള്ളിൽ താൻ ഇതുവരെ ആരാധിച്ചെന്ന ഭഗവത് സ്വരൂപം തന്നെയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കീർത്തുകൾ ചൊല്ലി. ഇത്തം ഭഗവത് വ്രത ഐണേയാജിനവാഫ അനുഭവനാഭിഷേക ആർദ്ര കപിശ കുടില ജഡാകലാപേന ച വിരോചമാനഃ സൂര്യർച്ച ഭഗവന്തം ഹിരൺമയം പുരുഷം ഉജ്ജിഹാനേ സൂര്യമണ്ഡലെ അഭ്യുപതിഷ്ഠന് ഏതത് ഉ ഹോവാചാം. ഇത്തം ധൃത ഭഗവത് വ്രതാം ഐണേയാജിനവാഫാനുഭവനാഭിഷേക ആർദ്ര കപിശ കുടില ജഡാകലാപേന ച വിരോചമാന സൂര്യർച്ച ഭഗവന്തം ഹിരൺമയം പുരുഷം ഉജ്ജിഹാനേ സൂര്യമണ്ഡല അഭ്യുപതിഷ്ഠന് ഏതദു ഹോവാചാം. ഇത്തം ധൃത ഭഗവത് വ്രതാം ഐണേയാജിനവാഫാനുഭവന അഭിഷേകാർദ്ര കപിശ കുടില ജഡാകലാപേന ച വിരോചമാനഃ സൂര്യർച്ച ഭഗവന്തം ഹിരൺമയം പുരുഷം ഉജ്ജിഹാനേ സൂര്യമണ്ഡലെ അഭ്യുപതിഷ്ഠന് ഏതദു ഹോവാചാം. ഇനി അദ്ദേഹം ചൊല്ലിയ മന്ത്രം എന്താണെന്ന് പറയാൻ പോവാണ് സൂര്യനെ നോക്കിക്കൊണ്ട്. പരോരജാം പവിതുർജാതവേദോ ദേവഭ്യഭർഗോ മനഫേദം ജജാനാം ഫുരേതഫാദ പുനരാവിശ്യം ചഷ്ടേ ഹംസം ഗൃഹാണം നൃഷദൃംഗിമം നൃംഗിരാമിമ. സൂര്യഗായത്രിയാണ് ഇത്. നമ്മൾ ചൊല്ലുന്ന ഗായത്രിയേക്കാൾ ഇത്തിരി ഗായത്രി മന്ത്രമായിട്ട് അല്ലാതെയും മന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഗായത്രിയിൽ ഒരു ഭേദം വരുത്തിയൊരു മന്ത്രമാണ്. ഗായത്രിയിലെ പല വാക്കും അതുപോലെ കാണാം. സൂര്യഗായത്രി എന്ന് വിളിക്കുന്നത് പരോരജ, രജസിന്റെ ബന്ധമില്ലാതെ, രജസിന്റെ അപ്പുറത്തുള്ള പരോരജ, പ്രകൃതിയുമായുള്ള സംബന്ധമില്ലാത്ത, അതുകൊണ്ടാണ് പ്രകൃതിക്കൊക്കെ അപ്പുറത്ത് ഏറ്റവും മുകളിലത്തെ ലോകത്ത് സൂര്യൻ നിൽക്കുന്നത്. തനിക്ക് ഈ പ്രകൃതിയുമായിട്ടുള്ള രജോബന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പരോരജ ഫവിതുഹു, ഫവിതാവിന്റെ, ഫവിതാവ് സൂര്യൻ. ജാതവേദോ, ജാതവേദസിന്റെ, ജാതമായത് അറിയുന്നതാണ് ജാതവേദസ്. അഗ്നിയാണ്. അഗ്നിയുടെ ഉൽപ്പത്തി സ്ഥാനമാണ് ജാതവേദോ. അപ്പൊ പരോരജ ഫവിതുർജാതവേദോ എന്താണ്? പ്രകൃതി സംബന്ധമില്ലാത്ത പരമശുദ്ധമായ സകല പ്രാണികളുടെയും കർമ്മഫലമാകുന്ന ആ അഗ്നിയെ നൽകുന്നതായ സൂര്യദേവന്റെ തേജസ്സിനെ,
ദേവസ്യ ഭർഗോ, സൂര്യദേവന്റെ ഭർഗ തേജസ്. മനസാ ഇതം, മനസ്സുകൊണ്ട് ആ ഭർഗമാകുന്ന തേജസ്സിനെ ഇതം ജജാനെ ജനിപ്പിച്ചു, ഉണ്ടാക്കി. സുരേതസാദ, സുഷ്ടുവായ രേതസ് കൊണ്ട് തന്നെ, സുരേതസ അധഹ ഇതിനെ. സുഷ്ടുവായ രേതസ് ചിത്താകുന്ന ശക്തിയാണ്. തൻ്റെ അന്ധകരണങ്ങൾ ചിദ്രൂപമാകുന്ന ശക്തി കൊണ്ട്, ജ്ഞാനത്തെ സ്വീകരിക്കാനുള്ള ശക്തി കൊണ്ട്, ചിശക്തി കൊണ്ട് അധഹ ഇതിനെ, ഈ മന്ത്രത്തെ സുരേതഫ അധഹ പുനരാവിശ്യ, വീണ്ടും അതിലാവേശിച്ചിട്ട് ചഷ്ടേ കാണും. തകർന്ന് ഹംസം വൃദ്ധാണം. ഹംസം ജീവൻ എന്നർത്ഥം. കാരണം ഈ ജീവൻ നശിക്കുന്നതാണ്, ഹിംസ കൊണ്ട് നശിക്കുന്നതാണ്. അതുകൊണ്ട് ഹംസം എന്ന് പേരിട്ടാണ് തിരിച്ചിട്ട്. ഹംസം അതേപോലെ തന്നെ വൃദ്ധാണം, സ്വീകരിക്കപ്പെടുന്ന, സുഖം ആഗ്രഹിക്കുന്ന, സുഖത്തെ സ്വീകരിക്കുന്ന വൃദ്ധാണം. നൃഷത് രിങ്കിരം, നൃഷത് മനുഷ്യരിൽ, നൃ എന്നുവെച്ചാൽ മനുഷ്യൻ, മനുഷ്യരുടെ ഉള്ളിലിരിക്കുന്ന, നരന്മാരിൽ ഷത്തായിരിക്കുന്ന നൃഷത്ത് ആയിരിക്കുന്ന രിങ്കി, നൃഷത് രിങ്കിരാം, രിങ്കിരം മനുഷ്യരിൽ ഇരിക്കുന്ന ബുദ്ധി, ഇന്ദ്രിയം, പ്രാണൻ, ഇവകൾ, ഈ മൂന്നെണ്ണത്തെ ചേർത്തിട്ടാണ് രിങ്കിരം എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത്. രിങ്കിരാം ഇമഹ, ഇമഹ എന്ന് വെച്ചാൽ ഇതിന്, ഈ കാണപ്പെടുന്ന സൂര്യ തേജസ്സിനെ അദ്ദേഹം മനുഷ്യരുടെ ബുദ്ധ്യാദികളായ ഇന്ദ്രിയങ്ങൾക്കുള്ള ഗതിയെ, അവരുടെ പ്രവൃത്തി സാമർഥ്യത്തെ നൽകുന്നതും, വിഷയസുഖത്തെ കാക്ഷിക്കുന്ന ജീവനെ കാണുന്നതും, അതുകൊണ്ട് ഈ സൂര്യ തേജസ് ആ പരമപുരുഷന്റെ തേജസ് തന്നെയാണ് എന്ന് കണ്ടുകൊണ്ട് ഗായത്രി മന്ത്രാർത്ഥത്തെ സംഗ്രഹിച്ച് അദ്ദേഹം ഈ മന്ത്രം ഉച്ചരിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ഗായത്രി മന്ത്രത്തിന്റെ സൂര്യനിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് സ്വരൂപത്തിന്റെ മാഹാത്മ്യത്തെ താൻ എങ്ങനെ കണ്ടു എന്ന് ഒന്ന് വിശദീകരിച്ച, അത് ആ സൂര്യന്റെ തേജസ് രജസിനപ്പുറത്തുള്ളതാണ്. പവിതുഹു പരോരജഹ, സൂര്യന്റെ രശ്മികളാണ്. പവനം ചെയ്യുന്നതാണ് പവിത, ഒഴുക്കിത്തരുന്ന രശ്മികളാണ്. ആ രശ്മികളുടെ ഉള്ളിൽ ജാതവേദോ, അഗ്നിയെ സൃഷ്ടിക്കാൻ കഴിയും. അഗ്നിയുടെ താപനശക്തി അതിലുണ്ട്. അങ്ങനെയുള്ള ആ ദേവന്റെ ഭർഗത്തെ, ആ സൂര്യദേവന്റെ ആ തേജസ്സിനെ മനസ്സുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ജനിപ്പിച്ച് സുരേതസ അധഹ, ആ ജനിപ്പിക്കാനുള്ള ചിശക്തി കൊണ്ട്, സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് തട്ടുമ്പോൾ ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളും ഒരു പ്രേരക ശക്തി കൊണ്ട് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുന്നത് കൊണ്ട് സുരേതസ അത് പുനരാവിശ്യ ചഷ്ട, വീണ്ടും ആവേശിച്ച് കാണുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഈ വസ്തുക്കളെയൊക്കെ കാണിച്ചു തരിക ചെയ്യുക. ഈ വസ്തു നശിക്കുന്നില്ല, പക്ഷെ സൂര്യോദയത്തിൽ എല്ലാം കാണപ്പെടും, സൂര്യാസ്തമയത്തിൽ എല്ലാം എന്താണ് ഇല്ലാതാവുകയും. ഇല്ലാതെ നമുക്ക് തോന്നുകയാണ്, ഇല്ലാണ്ടാവില്ല. ഇരുട്ടുകൊണ്ട് കൊണ്ട് നമുക്ക് തോന്നുക. അങ്ങനെയുള്ള അങ്ങയുടെ പ്രകാശരശ്മി കൊണ്ട് ഹംസം ഗൃത്ഥാണം നൃഷത് ഇങ്കിരാം ഇമഹം,
മനുഷ്യരുടെ ബുദ്ധീന്ദ്രിയ പ്രാണാദികളുടെ ഗതിയെ നിയന്ത്രിക്കുന്നവനാണ് ഈ രശ്മികൾ. അതുകൊണ്ടാണ് ധിയോ യോന പ്രചോദയാ എന്ന് അവിടെ ആ മന്ത്രത്തിൽ പറയാൻ കാരണം. നമ്മളുടെ ബുദ്ധിയെ, ഇന്ദ്രിയങ്ങളെ പ്രാണശക്തി നൽകുന്നത് സൂര്യനിൽ നിന്നാണ്. ഈ മൂന്നെണ്ണത്തിന്റെ ഗതി നൽകുന്നവനാണ്. അതുകൊണ്ടാണ് നിഷത് ഇംഗിരാം, മനുഷ്യർക്ക് ഇംഗിരങ്ങളെ, ഈ മൂന്ന് എണ്ണങ്ങളുടെ ശക്തിയെ, ബലത്തെ നൽകിക്കൊണ്ട്, അവയ്ക്ക് വേണ്ട വിധത്തിലുള്ളൊരു ഉയർച്ച നൽകിക്കൊണ്ട്, സുഖം ആഗ്രഹിക്കുന്നവനായി ജീവനെ, വൃക്ഷാണം ഹംസം, സുഖം ആഗ്രഹിക്കുന്ന ജീവനെയും ചഷ്ടി അങ്ങ് കാണുന്നുണ്ട്. അപ്പോ വാസ്തവത്തിൽ ഈ സൂര്യോപാസന കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കഴിയുന്ന ഓരോ ജീവജാലങ്ങളെയും സൂര്യൻ തന്റെ കണ്ണുകൊണ്ട് കാണുന്നത്. കർമ്മഭക്ഷിയാണ് സൂര്യൻ. അങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ട് മനുഷ്യന് വേണ്ട വിധത്തിലുള്ള ബുദ്ധിസാമർഥ്യവും പ്രാണശക്തിയും ഇന്ദ്രിയ ശക്തിയും നൽകിക്കൊണ്ട് ഈ ലോകത്തിന്റെ ഒക്കെ മുകളിൽ തേജസ്സോടെ പ്രകാശിപ്പിക്കുന്നവനായ അങ്ങയെ ഞാൻ ഇതാ യജിക്കുന്നു, ആരാധിക്കുന്നു എന്ന്. ഇപ്പം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി, ദേവസ്യ ഭർഗോ ഒക്കെ ഇതിനകത്തുണ്ട്. ഇങ്ങനെ ആ സൂര്യന്റെ നമ്മൾക്ക് അറിയാവുന്ന ഗായത്രിയിലെ കുറെ ഭാഗങ്ങൾ ഇതിനകത്ത് ചേർത്തുകൊണ്ട് ഗായത്രി മന്ത്രത്തെ ഭാഗവതകാരൻ രൂപവിപരിണാമം ചെയ്ത് പാകത്തിനാക്കി ഇവിടെ അവതരിപ്പിച്ചൊരു മന്ത്രമാണ്. ഈ മന്ത്രം കൊണ്ടാണ് ഈ ഭരതൻ സൂര്യന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ ആരാധിച്ചത്, പ്രാർത്ഥിച്ചത്, ഉച്ചരിച്ചത്, ജപിച്ചത്, നമസ്കരിച്ചത്. പരോരജാതവേദോ ദേവസ്യ ഭർഗോ മനസേദം ജജാന ഫുരേതഫാദ പുനരാവിശ്യചഷ്ടേ ഹംസം വൃദ്ധാണം നൃഷത് ഇംഗിരാം ഇമഹാം. പരോരജഃ പവിതുഃ ജാതവേദോ ദേവസ്യ ഭർഗോ മനസാ ഇദം ജജാന, മനസേദം ജജാന. ഫുരേതഫ അധഃ ഫുരേതഫാദഃ പുനര ആവിശ്യ ചഷ്ടേ ഹംസം ഗൃത്ഥാണം നൃഷത് ഇംഗിരാം ഇമഹ. പരോരജഃ പവിതുർജാതവേദോ ദേവസ്യ ഭർഗോ മനസേദം ജജാന ഫുരേതഫാദ പുനരാവിശ്യ ചഷ്ടേ ഹംസം ഗൃത്ഥാണം നൃഷദിംഗിരാം ഇമഹ. പരോരജഃ പവിതുർജാതവേദോ ദേവസ്യ ഭർഗോ മനസേദം ജജാന ഫുരേതഫാദ പുനരാവിശ്യ ചഷ്ടേ ഹംസം ഗൃത്ഥാണം നൃഷദിംഗിരാം ഇമഹ. അങ്ങനെ ഇമഹത്തെ അവിടെ ശരണം പ്രാപിക്കുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഏമി ഇവഹ ഇമഹ എന്നെ രൂപം. അഹം ഏമി, ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്റെ ബഹുവചനമാണ് ഇമഹ എന്ന്. ഏമി ഇവഹ ഇമഹ, ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഗിരാം ഇമഹ, അവിടെ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. അങ്ങനെ സൂര്യഗായത്രിയെ സങ്കല്പിച്ച് ഉച്ചരിച്ചുകൊണ്ട് ആ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ തപശ്ചര്യകൾ എല്ലാം മറന്ന്, സകലതും വിട്ട്, ഞാനെന്ന ഒരു ആത്മസത്തയെ പോലും മറന്നിട്ട് സകലതും ആ സൂര്യഭഗവാന്റെ ഉള്ളിലുള്ള തേജസ്സായ ആ പരമപുരുഷനിൽ സമർപ്പിച്ചുകൊണ്ട് ധ്യാനനിരതനായി കഴിച്ചുകൂട്ടി എന്ന് വർണ്ണിച്ചുകൊണ്ട് ആ ഒരു ചെറിയ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. തർക്കെല്ലാം സംശയം ചോദിക്കാം, അല്ലെങ്കിൽ അടുത്തതിലേക്ക് ഒന്ന് കളയാം. ഇംഗിരാമിമാണോ? അതെ അതെ, നൃഷത് ഇംഗിരാം ഇമ. നിഷദ്രിംഗിര, അങ്ങനെ അങ്ങനെ പറയാമോ? അതെ, നൃഷദ്രിംഗിരാം ഇമ. നിഷത് ഇംഗിരാം ഇമ.
സംശയങ്ങളില്ലെങ്കിൽ അടുത്തതായിട്ട് കേൾക്കാം. 8ാം അധ്യായം. ശ്രീശോവാചാം ഏകദാതു മഹാനദ്യം കൃതാഭിഷേകം നയ്യമികാവശ്യകോ ബ്രഹ്മാക്ഷരമഭിഗൃണാനോ മുഹൂർത്തത്രയം ഉദകാന്ത ഉപവിവേശാൻ. ഏകദാതു ഒരിക്കലാകട്ടെ, മഹാനദ്യം ആ മഹാനദിയിൽ കൃതാഭിഷേകം അഭിഷേകം ചെയ്യപ്പെട്ട അദ്ദേഹം നൈയമിക ആവശ്യകോ നിയമപ്രകാരമുള്ള ആവശ്യങ്ങൾ, നൈയമികം നിയമത്തെ സംബന്ധിക്കുന്ന, ആവശ്യക ആവശ്യം, സന്ധ്യാവന്ദനാദികളാണ് നൈയമിക ആവശ്യം. അതിനുവേണ്ടി എന്നിവയോടുകൂടി ബ്രഹ്മാക്ഷരം അഭിഗൃണാനോ, ബ്രഹ്മാക്ഷരം ബ്രഹ്മസ്വരൂപത്തിന്റെ അക്ഷരങ്ങളെ, മന്ത്രവർണ്ണങ്ങളെ അഭിഗൃണാന ഉച്ചരിക്കുന്നവനായിട്ട് മുഹൂർത്തത്രയം 3 മുഹൂർത്ത സമയം ഉദകാന്തേ ജലസമീപത്തിൽ ഉപവിവേശ ഇരുന്നു. നദിയുടെ തീരത്ത് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത് 3 മുഹൂർത്ത സമയം ആ നദിയുടെ തീരത്ത് മന്ത്രവർണ്ണങ്ങളെ ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട് ആ ജലസമീപത്തിൽ അങ്ങനെ ഇരുന്നു ഒരു ദിവസം. ഏകദാതു മഹാനദ്യം കൃതാഭിഷേക നയ്യമികാവശ്യകോ ബ്രഹ്മാക്ഷരമഭിഗൃണാനോ മുഹൂർത്തത്രയം ഉദകാന്ത ഉപവിവേശാം. ഏകദാതു മഹാനദ്യം കൃതാഭിഷേക നയ്യമികാവശ്യകോ ബ്രഹ്മാക്ഷരമഭിഗൃണാനോ മുഹൂർത്തത്രയം ഉദകാന്ത ഉപവിവേശാം. തത്ര തഥാ രാജൻ ഹരിണീ പിപാസയാ ജലാശയാഭ്യാസം ഏകൈവോപജഗാമ. തത്ര അവിടെ തഥാ അപ്പോൾ, ഹേ രാജൻ, അല്ലയോ രാജാവേ, ഹരിണി ഒരു മാൻപേട, പിപാസയ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, ജലാശയ അഭ്യാസം ഈ നദിയുടെ അടുക്ക്, അഭ്യാസം തീരത്ത് അടുത്ത്, ഏക ഏവ ഉപജഗാമ ഒറ്റയ്ക്ക് വന്നിരുന്നു. സാധാരണ മാനുകൾ കൂട്ടം കൂട്ടമായിട്ടാണ് വരിക പതിവ്. അതുകൊണ്ടാണ് ഏകൈവ ഉപജഗാമ. യാദൃച്ഛികമായിട്ടും നദിയുടെ തീരത്ത് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മാൻപേട ഒറ്റയ്ക്ക് വന്നു ചേർന്നു. തത്ര തഥാ രാജൻ ഹരിണീ പിപാസയാം ജലാശയാഭ്യാസമേകൈവോപജഗാമാം. തത്ര തഥാ രാജൻ ഹരിണീ പിപാസയാം ജലാശയാഭ്യാസമേകൈവോപജഗാമാം. തഥാ പേപീയമാന ഉദകേ താവദേവാവിദൂരേണ നന്ദതോ ഭഗവതേരരുണാപതേഃ അരുണാന്നാദോ ലോകഭയങ്കര ഉദപതത്. തഥാ പേപീയമാന ഉദകേ തയ ആ മാൻപേടയാൽ, ഉദകേ പേപീയമാനേ പതി വെള്ളം വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുക. പേപീയമാനം വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ, താവത് അപ്പോഴത്തേക്കും, ഏവ അവിദൂരേണ അടുത്ത് തന്നെ, ദൂരെയല്ലാതെ, നദതോ ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, മൃഗപതേഹി എന്താണ് മൃഗരാജാവിന്റെ, മൃഗപതേഹി ഉന്നാദോ ഉച്ചത്തിലുള്ള ശബ്ദം, ലോകഭയങ്കര ലോകത്തിന് ഭയമുണ്ടാക്കുന്ന തരത്തിലുള്ള ശബ്ദം, ഉദപത വന്നു വീണു. വീണ്ടും വീണ്ടും അത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തൊട്ടടുത്തായിട്ട് ഒരു സിംഹത്തിന്റെ അതിഭയങ്കരമായ ഒരലർച്ച അവിടേക്ക് വന്നു വീണു. തഥാ പേപീയമാന ഉദകേ താവദേവ വിദൂരേണ നദതോ മൃഗപതേഹി ഉന്നാദോ ലോകഭയങ്കര ഉദപതത്. തഥാ പേപീയമാന ഉദകേ താവദേവ വിദൂരേണ നദതോ മൃഗപതേരുന്നാദോ ലോകഭയങ്കര ഉദപതത്.
തമുപശ്രുത്യഫാ മൃഗവധൂഃ പ്രകൃതിവിക്ലവാം ചകിതനിരീക്ഷണാം സുതരാമപി ഹരിഭയാഭിനിവേശാം വ്യഗ്രഹൃദയാം പാരിപ്ലവദൃഷ്ടിരെ അഗതദർഭ ഭയാത് സഹസൈവോച്ചക്രാമാം. തം ഉപസൃത്യ, ആ ശബ്ദം കേട്ടിട്ട്, തം ശബ്ദം ഉപസൃത്യ, ഫാ മൃഗവധൂ, ആ മാൻപേട, പ്രകൃതി വിക്ലവ, പ്രകൃത്യാ തന്നെ മാനുകൾ, വിശേഷിച്ച പേടമാനുകൾ പേടിയുള്ളവരാണ്. അവരൊറ്റയ്ക്ക് സഞ്ചരിച്ചു പോകാറില്ല. ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പേടിയാണ്, ഒരു ഇല വീണാ മതി പേടിയാണ്, ഒരു മനുഷ്യനെ കണ്ടാൽ പേടിയാണ്. ഇങ്ങനെ എപ്പോഴും പേടിച്ച് സഞ്ചരിക്കുന്നവരാണ് ഈ മാനുകൾ. അതുകൊണ്ട് പ്രകൃതി വിക്ലവാഹ, പ്രകൃത്യ ഭയമുള്ളവരായ അവരെ ചകിത നിരീക്ഷണ, പേടിച്ചു നോക്കി, ചകിതമായ പേടിച്ചരണ്ട കണ്ണുകൊണ്ട് നിരീക്ഷണ, സൂക്ഷിച്ചു നോക്കി, സുതരാമപി, ഏറ്റവും അധികം, ഹരിഭയ അഭിനിവേശ, ഹരി ഇവിടെ സിംഹമാണ്, ഹരിഭയം സിംഹത്തിൽ നിന്നുള്ള ഭയം കൊണ്ട്, അഭിനിവേശ വ്യഗ്രഹൃദയ, അഭിനിവിഷ്ടമായ പ്രവേശിക്കപ്പെട്ട വ്യഗ്രമായ ഹൃദയത്തോടെ, ഇളകിയ ഹൃദയത്തോടെ, സിംഹഭയ ആവേശം കൊണ്ട് ഹൃദയമിളകി കലങ്ങി, അങ്ങനെയുള്ള ആ മാൻപേട പാരിപ്ലവദൃഷ്ടി, ചലിക്കുന്ന കണ്ണുകളോടെ, പരിപ്ലവമായ ചലിക്കുന്ന കണ്ണുകളോടെ, പാരിപ്ലവദൃഷ്ടി അഗതതൃഷ, ദാഹം മുഴുവൻ പോയില്ല എങ്കിൽ പോലും അഗതമായ തൃഷയോട് കൂടിയ, പൊയ്പോകാത്ത ദാഹത്തോടുകൂടി, ഭയം കൊണ്ട്, സഹസൈവ, പെട്ടെന്ന് തന്നെ, ഉച്ചക്രാമ, നദി ചാടിക്കടന്നു. അതുകൊണ്ട് നദിയുടെ തീരത്തേക്ക് പുറകോട്ട് പോയ സിംഹം, മുമ്പിൽ നിറഞ്ഞൊഴുകുന്ന നദി, സിംഹത്തിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ നദിയിലേക്ക് ചാടിയാൽ എങ്ങനെയെങ്കിലും അക്കരെ എത്താം എന്ന പ്രതീക്ഷ. പുറകോട്ട് പോയാൽ ജീവൻ പോകും, ഉറപ്പാണ്. അങ്ങനെ മുമ്പിലും പുറകിലും മഹാനദിയും മഹാസിംഹവും കണ്ടുകൊണ്ട് പേടിച്ചരണ്ട് ദാഹം തീരാത്ത ആ മാൻപേട രണ്ടും കൽപ്പിച്ച് നദിയിലേക്ക് ചാടി നദി കടക്കാൻ ശ്രമിച്ചു. തമുപസൃത്യ ഫാ മൃഗവധൂ പ്രകൃതി വിക്ലവ ചകിത നിരീക്ഷണ സുതരാമപി ഹരിഭയാഭിനിവേശ വ്യഗ്രഹൃദയ പാരിപ്ലവദൃഷ്ടി അഗതതൃഷ ഭയാത് സഹസൈവ ഉച്ചക്രാമ. തമുപസൃത്യ ഫാ മൃഗവധൂ പ്രകൃതി വിക്ലവ ചകിത നിരീക്ഷണ സുതരാമപി ഹരിഭയാഭിനിവേശ വ്യഗ്രഹൃദയ പാരിപ്ലവദൃഷ്ടി അഗതതൃഷ ഭയാത് സഹസൈവോച്ചക്രാമ. തസ്യാഹ ഉത്പതന്ത്യാഹ അന്തർവത്ന്യാം ഉരുഭയാവഗളിതോ യോനി നിർഗതോ ഗർഭഃ സ്രോതസ്സി നിപപാതാം. തസ്യാഹ, അവളുടെ, ഉത്പതന്ത്യ, എടുത്തുള്ള ചാട്ടം കൊണ്ട്, ഉത്പതനം കൊണ്ട്, അന്തർവത്ന്യ, അവൾ ഗർഭവതിയായിരുന്നു. അന്തർവത്നി, ഗർഭിണി. അന്തർവത്ന്യ തസ്യാഹ, ഗർഭിണിയായ അവളുടെ, ഒരു ഭയ അവഗളിതവും, വർദ്ധിച്ച ഭയം കൊണ്ട്, അവഗളിതം, പതിച്ചുപോയ, വീണുപോയ, യോനി നിർഗതോ ഗർഭ, യോനിയിൽ നിന്നും ആ ഗർഭം വെള്ളത്തിലേക്ക് വീണു. സ്രോതസ്സിന് നിപപാത, വെള്ളത്തിൽ വീണു. ഏണ്ട പ്രസവിക്കാറായിട്ടേ. അപ്പം ഭയം കൊണ്ട് പ്രസവിച്ചു, പേടിച്ച് പ്രസവിച്ചു എന്നല്ല, യോനിയിൽ കൂടി ആ ഒരു ഗർഭം വെള്ളത്തിലേക്ക് വീണുപോയി. തസ്യാഹ ഉത്പതന്ത്യ അന്തർവത്ന്യ ഒരു ഭയാവഗളിതോ യോനി നിർഗതോ ഗർഭ സ്രോതസ്സി നിപപാതാം. തസ്യാഹ ഉത്പതന്ത്യ അന്തർവത്ന്യ ഒരു ഭയാവഗളിതോ യോനി നിർഗതോ ഗർഭ സ്രോതസ്സി നിപപാതാം. തത് പ്രസവോത്സർപ്പണഭയ ഭേദാതുരാം
സ്വഗണേന വിയുജ്യമാന കഫ്യാം ജദ്ദര്യാം കൃഷ്ണഭാരസ്വതി അപാതാഥ ച മമാരാം തത് പ്രഭവ ഉത്സർപ്പണ ഭയഖേദാതുര. ആ പ്രഭവം കൊണ്ടും ചാട്ടം കൊണ്ടും, തത്പ്രഭവ ഉത്സർപ്പണം ചാട്ടം, ഭയം കൊണ്ടും ഖേദം കൊണ്ടും ആതുരയായി ദുഃഖിതയായി സ്വഗണേന വിയുജ്യമാന, കൂട്ടുകാരാരുമില്ല, ഒറ്റയ്ക്കായി. മാനിന് ഏറ്റവും പേടിയുള്ളതാണ്. ജീവൻ പോയാലും കുഴപ്പമില്ല, ഒറ്റയ്ക്കായിപ്പോയി. സ്വഗണേന വിയുജ്യമാന ഭഫ്യാം ജദ്ദര്യാം, ഏതോ ഒരു പാറപ്പുറത്തേക്ക് ചെന്ന് വീണ് കൃഷ്ണഭാരസ്വതി. എന്താ ആ പേടമാൻ, കൃഷ്ണ ശബ്ദം കൊണ്ട് മാനെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണമാൻ. ഫാരഫതി, കൃഷ്ണഭാരഫതി, ഫാരഫതി താഴെ മൃഗം മാൻ, കൃഷ്ണഭാരഫതി പെൺമാൻ. കഫ്യാം ദര്യാം, ഒരു ഗുഹയിലെ പപാത വന്നു വീണു. അഥ മമാരജ, ഉടനെ മറ്റി. ഒരു മാനിന്റെ കഥ മുഴുവൻ 3-4 ശ്ലോകത്തിൽ വളരെ ചുരുക്കുക അവിടെ പറഞ്ഞു വെക്കും. ഒരു ചെറിയ ചിത്രം നാടകീയമായി രംഗത്ത് അവതരിപ്പിച്ചു. ഇദ്ദേഹം അവിടെ ഇരുന്ന് തീരത്തിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻപേട ഒറ്റയ്ക്ക് വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടുപുറകിൽ സിംഹത്തിന്റെ ശബ്ദം കേട്ട് പേടിച്ചിരണ്ട് നദിയിലേക്ക് എടുത്തു ചാടി. അക്കരെ ചെല്ലുന്നതിന് മുമ്പ് ഗർഭവതിയായിരുന്ന അവൾ പ്രസവിച്ചു. ആ അക്കരെ ചെന്ന ഒരു ഗുഹയിലേക്ക് ചെന്ന് വീണ അവൾ ഈ പ്രസവത്തിന്റെ വിഷമത കൊണ്ടും ഒറ്റയ്ക്കായന്റെ ഖേദം കൊണ്ടും സ്വതവേ മാനിന്റെ പേടി കൊണ്ടും ഒക്കെ ആകപ്പാട് വ്യാകുലചിത്തയായിട്ട് ആ ഗുഹയിലേക്ക് വീണ് മരിക്കും. തത് പ്രഭവോത്സത്പണഭയഖേദാതുരാം സ്വഗണേന വിയുജ്യമാനാം കഫ്യാം ജദ്ദര്യാം കൃഷ്ണഭാരഫതി. കൃഷ്ണഭാരഫതി പപാതാഥ ച മമാരാം തത് പ്രഭവോപസർപ്പണഭയഖേദാതുരാം സ്വഗണേന വിയുജ്യമാനാം കഫ്യാം ജദ്ദര്യാം കൃഷ്ണഭാരഫതി പപാതാഥ ച മമാരാം തം ത്വേന ഗുണ. സാറേ അവിടെ നിപപാതാതെന്നല്ലേ? കൃഷ്ണഭാരഫതി നിപപാതാണോ? ആ പപാത എന്നല്ലേ? അല്ല, നിപപാതാത. നിപപാത പിന്നെന്താ? പിന്നെ ചമമാര. നിപപാത അഥയുണ്ടോ? ആ പാതാഥ ചമമാര. ആ, ഒരക്ഷരം കൂടുതലേ ഉള്ളൂ, അർത്ഥഭേദമൊന്നുമില്ല. നിപതിച്ചു വീണു, പപാത പതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരക്ഷരം കൂടുതലാവും, അത്രേ ഉള്ളൂ. അർത്ഥവ്യത്യാസമൊന്നുമില്ല, ഒരക്ഷരത്തിന്റെ ആധിക്യം വരുമെന്ന് മാത്രമേ ഉള്ളൂ. തിരുത്തണോ? ദര്യന്റെ ഗുഹ, ദര്യാം ഗുഹയിൽ പപാത മതിയോടെ, ഒരക്ഷരം കൂടുതൽ വേണമെന്നില്ല. മറ്റേ വെട്ടി കളഞ്ഞേക്കാം അല്ലേ? തം ത്വേണ ഗുണകം കൃപണം സ്രോതഫാനൂഹ്യമാനം അഭിവീക്ഷ്യാപവിദ്ധം ബന്ധുരിവാനുകമ്പയാം രാജർഷി ഭരത ആദായാം മൃതമാതരം ഇത്യാശ്രമപദമനയത്. തം തു, ആ മാൻകുട്ടിയെ ആകട്ടെ, ഏണകുണകം, ഏണകുണകം മാൻകുട്ടി. തം തു ഏണകുണകം, ആ ഗർഭത്തിൽ കൂടി വെള്ളത്തിൽ വീണ മാൻകുട്ടിയെ. കൃപണം, കൃപണനായ, കാർപ്പണ്യദോഷമുള്ളവനായ, സ്രോതഫ അനൂഹ്യമാനം, വെള്ളത്തിന്റെ പ്രവാഹത്തിലൂടെ ഒഴുകി വരുന്ന, സ്രോതഫ വെള്ളത്തിലൂടെ, അനൂഹ്യമാന ഒഴുകി വരുന്ന, സ്രോതഫാനൂഹ്യമാന മാനം അഭിവീക്ഷി കണ്ടിട്ട്, അപവിദ്ധം ത്യജിക്കപ്പെട്ടിരിക്കുന്നു, അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ബന്ധു ഇവ അനുകമ്പയ, ഒരു ബന്ധുവിനെ പോലെ അനുകമ്പ കൊണ്ട് രാജർഷി ഭരത,
രാജർഷിയായ ഭരതൻ ആദായ എടുത്തിട്ട് മൃതമാതരം, അമ്മ മരിച്ച കുട്ടിയാണ് എന്ന് വിചാരിച്ച് ഇതി ആശ്രമപദം ആശ്രമപദത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ് ഈ കഥ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഥയുടെ വിഷയത്തിലേക്ക് വ്യാസം നമ്മെ വരുത്താൻ വേണ്ടി ഒരു പശ്ചാത്തലം ഒരുക്കിയതാണ്. ആ ആൺകുട്ടി ജലത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കൺമുമ്പിലെത്തി. രക്ഷിക്കാൻ ആരുമില്ല, ബന്ധുക്കൾ ആരുമില്ല, ആകെ ഒരു അമ്മയുണ്ടാവുള്ള, അമ്മ മരിച്ചും പോയി. ആ ആൺകുട്ടിയിൽ രാജാവിന് കാരുണ്യം ഉണ്ടായി. ബന്ധുവിനെ പോലെ അതിനെടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് കഥയുടെ ചുരുക്കം. ഈ രാജാവിനെ സംബന്ധിച്ചത് ഇത്രയും അധികം തപശ്ചികൾ ചെയ്ത് ഞാൻ എന്നുള്ള ഭാവന പോലും ഇല്ലാതാക്കി തീർത്ത രാജാവ്, സത്വഗുണത്തിനും അതീതനായ രാജാവ്, തമസും കളഞ്ഞ് രജസും കളഞ്ഞ് സത്വവുമായി അതിൻ്റെയും അപ്പുറത്തുള്ള ആത്മജ്ഞാനിയായ ഒരു രാജാവിനെ പോലും അതിൽ നിന്നും ഭ്രഷ്ടനാക്കി താഴെ ഇറക്കി കൊണ്ടുവരാൻ ഗുണബന്ധത്തിന് കഴിയും എന്ന് കാണിക്കാം. രാജാവിന് ഭൗതികമായ ഈ മാൻകുട്ടിയോടും മാൻപേടയോടും കണ്ട ഒരു കാരുണ്യം പോയിട്ട് എന്താണ്, ഒരു ഭാവവും തന്റെ ഉള്ളിലില്ല. ബുദ്ധി പോലും ആ ആത്മസ്വരൂപത്തിൽ ലയിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം പോലും ഇല്ലാതിരുന്ന രാജാവ് ഇവിടെ രജോ ഗുണത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു ഭാവമാണ് കാരുണ്യം എന്നുള്ളത്. അപ്പൊ സത്വഗുണ അതീതനായ രാജാവ് അതിൽ നിന്ന് താഴെ ഇറങ്ങി സത്വഗുണത്തിലായി, അതിൻ്റെ നിന്ന് താഴെ ഇറങ്ങി രജോ ഗുണത്തിലായി. നോക്കൂ, ഒരു യോഗചര്യയിൽ നിന്നും പരിഭ്രഷ്ടനായാൽ സംഭവിക്കാവുന്ന ദോഷം കാണിക്കാൻ സുദീർഘമായ ഈ കഥ ഉദാഹരിക്കുകയാണ്. ഈ കഥയുടെ തുടക്കം ഇനിവിടെയാണ്. കുറച്ചു നാളൊക്കെ ഈശ്വര സേവ ചെയ്തിട്ട് അതിൽ നിന്നും പുറത്ത് കടന്നു പോയാൽ പിന്നെ തിരിച്ചു കയറി വരാൻ വളരെ വിഷമമാണ്. ഇതിവിടെ കാണിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുക. അപ്പൊ നമുക്ക് ലൗകിക ദൃഷ്ടിയുടെ ചോദ്യം ചോദിക്കാം. ഇദ്ദേഹം ഒരു മനുഷ്യനല്ലേ? ഇങ്ങനെ ഒരു മാൻകുട്ടി വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാവാൻ തുടങ്ങുന്ന കാണുമ്പോൾ, ഒഴുകി വരുന്ന കാണുമ്പോൾ അതിനെ രക്ഷിക്കണ്ടേ? അതൊരു മനുഷ്യന്റെ കടമയല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒരുപക്ഷെ രാജാവിനെ സംബന്ധിച്ച് സൂര്യഗായത്രിയുടെ മന്ത്രത്തിൽ ലയിച്ചിരിക്കുന്ന രാജാവ് സിംഹത്തെയും കാണേണ്ട കാര്യമില്ല, ഈ മാനിനെയും കാണേണ്ട കാര്യമില്ല, മാൻപേയുടെയും മാൻകുട്ടിയെയും കാണേണ്ട കാര്യമില്ല. അതൊന്നും തന്റെ ദൃഷ്ടിയിൽപ്പെടുന്നതല്ല. അപ്പൊ താൻ എന്ത് ചെയ്തു? തന്റെ ശ്രദ്ധ ലൗകിക വിഷയത്തിലേക്ക് തിരിഞ്ഞു വന്നാൽ ഈ അനുകമ്പയും കാരുണ്യവും അതുപോലെ എന്താണ് അവിടെ കൃപണതയും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഇതൊക്കെ ചെയ്യാം. പുനശ്ച സന്യാസി ഗൃഹസ്ഥനാവുക. സന്യസ്തചിത്തനായ ഒരാൾ വീണ്ടും ഗാർഹസ്ഥ്യത്തിലേക്ക് വന്നാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളുടെ സൂചന ഇനി അങ്ങോട്ട് നീണ്ട കഥയിൽ കൂടി പറയാൻ പോകും. ഇനിയും ഈ പഞ്ചമസ്കന്ധത്തിൽ കുറെ ഭാഗത്ത് ഭരതന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ കഥയുടെ പരിണതി. തന്നെയല്ല, ഇദ്ദേഹം ഇതിനെ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് ഒരമ്മയില്ലാത്ത കുട്ടിയെ പരിചരിക്കുന്നത് പോലെ നിത്യയെ പരിചരിക്കാൻ തുടങ്ങി. അതിനെ തന്നെയായ ശ്രദ്ധ, അതിൻ്റെ കൂടെ കിടക്കും, അതിനെ കൂടെ കിടത്തും, അതിന് പുല്ല് കൊടുക്കും, അതിന് വെള്ളം കൊടുക്കും. ഇങ്ങനെ രാപകലില്ലാതെ അതിനെ മാത്രം ശ്രദ്ധിച്ച് തൻ്റെ ഈ അനുധ്യാന പ്രക്രിയകൾ മുഴുവനും വിട്ട് പരമ ലൗകികനായി പരിണമിക്കുന്നു ഈ ഭരതൻ. അതിനാണ് ഭരതന്റെ തപസ് ഇത്രയും കണ്ടത്. തന്നെയല്ല, രാജർഷി ഭരത എന്നൊരു വിശേഷവും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ഭരതൻ രാജാവ് മാത്രമല്ല, ഋഷിയും കൂടിയാണ്. രാജർഷിയായ ഒരു ഭരതനാണ് ഇങ്ങനെ
തന്റെ സമസ്ത തെറ്റുകളെയും അവഗണിച്ചുകൊണ്ട് ഭൗതികതയിലേക്ക് ഇറങ്ങി വന്നത്. ഇനി ഇതിനെ രക്ഷിക്കാൻ അതിനെ അവിടെ നിന്ന് എടുത്ത് ആശ്രമത്തിലോ കാട്ടിലോ കൊണ്ടുവിട്ടാൽ ഇദ്ദേഹത്തിന്റെ ജോലി കഴിയും. അതിന് പുറകെ പോകേണ്ട ആവശ്യമില്ല. അത് മനുഷ്യക്കുട്ടിയല്ല, മാൻകുട്ടിയാണ്. അത് കാട്ടിൽ ആണ് അത് വളരേണ്ടത്. അമ്മയില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാട്ടിൽ ഇഷ്ടംപോലെ മൃഗങ്ങൾക്ക് ഉണ്ടാവാറുള്ളതാണ്. കാട്ടിൽ കൊണ്ടുവിട്ടാൽ ഏതെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനകളോ കണ്ട് അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോയി സ്നേഹിക്കുള്ളൂ. നമ്മുടെ വിഷയമല്ല, അത് അല്ല, അത് വിടണം. പക്ഷെ രാജാവ് തൻ്റേതല്ലാത്ത വിഷയത്തിൽ ഇടപെട്ട് കുറെ അധികം അപകടത്തിലേക്ക് പോകുന്ന ഒരു കഥാഭാരത്തെയാണ് ഇനി അങ്ങോട്ട് സുദീർഘമായി ഉപന്യസിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇന്ന് ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം. ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആ കഥയുടെ ഭാഗം അടുത്ത ദിവസത്തേക്ക് കാണാം. കൃപണം എന്താ സാറേ? ഏതാ? കൃപണം. കാർപ്പണ്യദോഷോപഹത സ്വഭാവം. അത് വായിച്ചിരുന്നു ഗീതയിലെ. അതെ, അത് തന്നെയാണ് എന്താ കൃപണൻ. എന്നോട് എല്ലാവർക്കും കാരുണ്യം ഉണ്ടാകണമെന്ന് തോന്നുന്നു. അതാണ് കൃപണത. അർജുനതായിരുന്നു തോന്നിയത്. എന്നോട് കാരുണ്യം ഉണ്ടായിട്ട് കൃഷ്ണൻ പറയണം, എഴുന്നിട്ട് പൊക്കോളൂ അർജുന, യുദ്ധമൊന്നും ചെയ്യണ്ടെന്ന് പറയണം. അങ്ങനെ എന്നോട് കാരുണ്യം തോന്നണം. ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്നോട് കരുണ കാണിക്കാൻ പറ്റണം. ഈ ഒരു ചിന്തയാണ് കൃപണം. നമുക്ക് ഇന്ന് സംസാരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ.